അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 3 തിങ്കളാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. രാജ്യത്താകെ 10.5 ലക്ഷം വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഉണ്ട്. 24 മണിക്കൂറും CCTV നിരീക്ഷണം ഉണ്ടാകും. നിരീക്ഷകരുടെ മുഴുനീള സാന്നിധ്യവും ഉണ്ടാകും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് 3 തലത്തിൽ സുരക്ഷയൊരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 7 ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് തീർത്തും സമാധാനപരമായി പൂർത്തിയാക്കാൻ സാധിച്ചത് ഒരു അത്ഭുതമായിരുന്നുവെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 64 കോടി പേർ വോട്ട് ചെയ്തുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വോട്ടെണ്ണലിന് മുന്നോടിയായി ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. എക്സിറ്റ് പോളുകൾ തള്ളി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും യഥാർത്ഥ ഫലം നേർവിപരീതമായിരിക്കുമെന്നും കാത്തിരുന്നു കാണാമെന്നും അവർ പറഞ്ഞു. എക്സിറ്റ് പോളല്ല, നടന്നത് മോദി പോളാണെന്ന് രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാനിരിക്കെ എക്സിറ്റ് പോളുകളിൽ പ്രതീക്ഷയർപ്പിച്ച് വൻ ആഘോഷത്തിനൊരുങ്ങി BJP. പാർട്ടി ആസ്ഥാനത്തേക്ക് നാളെ വൻ റോഡ് ഷോയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP ദേശീയാധ്യക്ഷൻ JP നഡ്ഡയും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകുന്നേരം BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ സഖ്യം നേതാക്കൾ ഉന്നയിച്ച ആവശ്യം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണിത്തീർക്കുക പ്രായോഗികമല്ലെന്നും കൃത്രിമം നടക്കുമെന്ന വാദത്തിന് അടിസ്ഥാനമില്ലെന്നും പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ചുവെക്കാൻ വ്യവസ്ഥയുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടെണ്ണലിൽ സുതാര്യത വേണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDF മികച്ച നേട്ടമുണ്ടാക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ലെന്നും സുരേഷ് ഗോപിക്ക് നല്ലത് സിനിമാഭിനയം തന്നെയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. കേരളത്തിൽ BJP ഒരു സീറ്റും നേടില്ലെന്നും എക്സിറ്റ് പോൾ CPM-നെതിരായ അജണ്ടയുടെ ഭാഗമാണെന്നും EP ജയരാജൻ പറഞ്ഞു. വടകരയിൽ വിജയമുണ്ടാവുമെന്ന് ഉറച്ച് ഇടത് സ്ഥാനാർത്ഥി KK ശൈലജ. വടകരയിൽ തോൽക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കണം. അങ്ങനെയൊരു അട്ടിമറി നടന്നോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്നും KK ശൈലജ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കാനിരിക്കെ വടകരയിൽ പ്രത്യേക സേനാ വിന്യാസം. അതീവ പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വടകരയിലെ വിജയാഹ്ലാദ പരിപാടികൾ നേരത്തെ അറിയിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇന്ന് വൈകിട്ട് മുതൽ നാളെ വൈകിട്ട് വരെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം കൊച്ചി എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. രാവിലെ 9 മണി മുതൽ 1ാം ക്ലാസ്സിലെത്തുന്ന കുട്ടികളെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. 9:30 പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം കുട്ടികൾ തന്നെ അവതരിപ്പിച്ചു. വിജ്ഞാനത്തിനും വിനോദത്തിനും ഉപാധികളുള്ള ഇടമായി സ്കൂളുകൾ മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും ഇതിനോടകം ലഭിച്ചു. കുട്ടികൾക്ക് ബാഗും കുടകളും നൽകി. ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. റോബോട്ടിക് കിറ്റുകൾ ലഭ്യമാക്കും. ഇതിനെയെല്ലാം ഉപയോഗിച്ച് ജീവിതത്തിൽ മുന്നേറാൻ കുട്ടികൾക്ക് സാധിക്കട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. വിദ്യാർത്ഥികൾക്ക് ആശംസകളുമായി കേരള പോലീസ്. ചുറ്റിലേക്കും തല ഉയർത്തി നോക്കുക. എന്താവശ്യത്തിനും ഞങ്ങൾ കൂടെയുണ്ടെന്നും എപ്പോൾ വേണമെങ്കിലും 112 എന്ന നമ്പറിൽ വിളിക്കാം.
കൂടാതെ അപരിചിതരുമായി ചങ്ങാത്തത്തിലാകുകയോ അവർ നൽകുന്ന ഭക്ഷണം വാങ്ങി കഴിക്കുകയോ ചെയ്യരുത്. മൊബൈൽ ഫോണുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. പത്രവായന ശീലമാക്കുക. സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെടാതിരിക്കുക എന്നിങ്ങനെ പോകുന്നു പോലീസിന്റെ ഓർമ്മപ്പെടുത്തലുകൾ. ബാർകോഴ ആരോപണമുയർന്ന് 10 മിനിറ്റിനുള്ളിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷം പോലും കരുതിയില്ലെന്ന് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. ബാർകോഴയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റേത് തുരുമ്പിച്ച ആയുധമാണെന്നും ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിൽ കൈ കടത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷം കുറച്ചുകൂടി നല്ല ആയുധങ്ങളുമായി വരട്ടെ, അപ്പോൾ നോക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി കുവൈറ്റ് KMCC ജനറൽ സെക്രട്ടറിയായിരുന്ന ഷറഫുദ്ദീൻ കണ്ണോത്ത് അടക്കമുള്ള 11 നേതാക്കൾക്ക് സസ്പെൻഷൻ. മെയ് 31 ചേർന്ന യോഗത്തിലാണ് സംഘർഷമുണ്ടായത്. സംഘടനാ തർക്കത്തെ തുടർന്ന് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ എത്തിയ മുതിർന്ന ലീഗ് നേതാക്കളെ തടഞ്ഞുവെച്ചതിനെ തുടർന്നാണ് നടപടി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി ഇടപാടിൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണ ആവശ്യം തള്ളിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി ഹൈക്കോടതി ഈ മാസം 18-ന് പരിഗണനയ്ക്കായി മാറ്റി. താൻ നൽകിയ തെളിവുകൾ പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടതെന്നും മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് പരാതി തള്ളാനാവില്ലെന്നും മാത്യു കുഴൽനാടൻ ഹർജിയിൽ പറയുന്നു. KSU പ്രസിഡന്റിനെതിരായ KPCCയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകിയതിനെതിരെ അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പരാതി. KSU സംസ്ഥാന കൺവീനർ ജസ്വിൻ റോയിയാണ് പരാതിക്കാരൻ. സംഘടനയെ അപമാനിക്കുന്നതും ആത്മവീര്യം തകർക്കുന്നതുമാണ് നടപടിയെന്ന് പരാതിയിൽ പറയുന്നു. പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങൾക്ക് ഈ മാസം 6 വരെ ടോൾ ഈടാക്കേണ്ടതില്ലെന്നും എന്നാൽ 6-ാം തീയതി മുതൽ നിർബന്ധമായും ടോൾ കൊടുക്കണമെന്നും നിർദ്ദേശം. സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾ ഈടാക്കാനുള്ള നീക്കത്തിനെതിരെ പ്രദേശവാസികളും സമരസമിതിയും പ്രതിഷേധത്തിന് ഒരുങ്ങിയതിന് പിന്നാലെയാണ് തീരുമാനം. ഉപയോഗശൂന്യമായ വാഹനങ്ങൾ വിറ്റ് പണമാക്കാൻ പോലീസ് തീരുമാനം. ആക്രി വാഹനങ്ങളുടെ മൂല്യം നിശ്ചയിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവായി. കഴിഞ്ഞ 6 മാസത്തിനിടെ 1000 പോലീസ് വാഹനങ്ങളാണ് കട്ടപ്പുറത്തായത്. ഇന്ധനമടിക്കാൻ പോലും പണം തികയാത്ത അവസ്ഥയിലാണ് സംസ്ഥാന പോലീസ് സേന. യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ MVD കുറ്റപത്രം നൽകി. ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് RTO ആണ് കുറ്റപത്രം നൽകിയത്. സഞ്ജുവും കാറോടിച്ച സൂര്യനാരായണനുമാണ് കേസിൽ പ്രതികൾ. ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളും ആരംഭിച്ചു. 6 മാസം മുതൽ 1 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന അപകടമുണ്ടാക്കുന്ന രീതിയിൽ വണ്ടി ഓടിച്ചുവെന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. സുരക്ഷിതമല്ലാത്ത വാഹനം റോഡിൽ ഓടിച്ചതിനുള്ള വകുപ്പും ചുമത്തി. ഈ കുറ്റത്തിന് 3 മാസം തടവ് ശിക്ഷ ലഭിക്കാം. കേസിൽ പ്രതികൾ കോടതിയിൽ വിചാരണ നേരിടണം. ചലച്ചിത്ര പ്രവർത്തകൻ, എഴുത്തുകാരൻ, ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ ചെലവൂർ വേണു അന്തരിച്ചു. 81 വയസ്സായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യകാലാവധി അവസാനിച്ചതോടെ ജയിലിലേക്ക് മടങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ അദ്ദേഹം സർക്കാർ ഭരണനിർവഹണ ചുമതലകൾ കൈമാറി. സംഘടനാ ജനറൽ സെക്രട്ടറി സന്ദീപ് പഥക്കിനെ പാർട്ടി നിയന്ത്രണ ചുമതലയും മന്ത്രി അതിഷി മർലേനയ്ക്ക് സർക്കാർ ഭരണ ഏകോപന ചുമതലയും നൽകി. സുനിത കേജ്രിവാൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് തൽക്കാലം ഇറങ്ങേണ്ടെന്നും കേജ്രിവാൾ നിർദ്ദേശം നൽകി. എത്രകാലം ജയിലിൽ കഴിഞ്ഞാലും കേജ്രിവാൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെന്ന് AAP ജനറൽ സെക്രട്ടറി സന്ദീപ് പഥക്. പാർട്ടി ഒറ്റക്കെട്ടായി കേജ്രിവാളിനൊപ്പമെന്നും എക്സിറ്റ് പോളുകൾ ശുദ്ധ തട്ടിപ്പാണെന്നും സന്ദീപ് പഥക് ചൂണ്ടിക്കാട്ടി. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലും AAP വിജയിക്കുമെന്നും പാർട്ടിക്കുള്ളിൽ പ്രതിസന്ധിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മുകശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാസേനയും ഭീകരരുമായി ഏറ്റുമുട്ടൽ. നിഹാര മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് തിരച്ചിലിനെത്തിയതായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ. പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഭീകരരുമായി ഏറ്റുമുട്ടുകയാണെന്നും പ്രദേശത്ത് കനത്ത വെടിവയ്പ് ഉണ്ടെന്നും അധികൃതർ അറിയിച്ചു. NDA വിജയിച്ചാൽ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നിതീഷ് കുമാർ കേന്ദ്രമന്ത്രിയാകുമെന്ന് സൂചന. മോദിക്ക് ഹാട്രിക് വിജയമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് പിന്നാലെ JDU അധ്യക്ഷൻ നിതീഷ് കുമാർ അടുത്ത കളമാറ്റത്തിനൊരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
കനത്ത മഴയിൽ ബാംഗ്ലൂരുവിലെ ട്രാക്കിൽ മരം പൊട്ടി വീണതോടെ ബാംഗ്ലൂരു മെട്രോ സർവീസുകൾ ഒരു രാത്രി തടസ്സപ്പെട്ടു. MG റോഡിനും ട്രിനിറ്റി സ്റ്റേഷനും ഇടയിലുള്ള മെട്രോ ട്രാക്കിലാണ് മരം പൊട്ടി വീണത്. രാത്രി 7:30യോടെയാണ് സംഭവം. MG റോഡിനും ഇന്ദിരാനഗറിനും ഇടയിൽ ട്രെയിൻ സർവീസ് നിർത്തിവെച്ചെന്ന് TBMRCL മുന്നറിയിപ്പ് നൽകി. മാധ്യമരാജാവ് റൂപ്പർട്ട് മർഡോക്കിനെ 93-ാം വയസ്സിൽ 5ാം വിവാഹം. നേരത്തെ പ്രണയത്തിലായിരുന്ന മോളിക്യുലാർ ബയോളജിസ്റ്റായ എലീന സുക്കോവയെയാണ് മർഡോക്ക് വിവാഹം ചെയ്തത്. കാലിഫോർണിയയിലെ മർഡോക്കിന്റെ മുന്തിരിത്തോട്ടത്തിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ. ഇസ്രായേൽ പൌരന്മാർക്ക് പ്രവേശന വിലക്കുമായി മാൽദ്വീപ്. ഗാസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് മാൽദ്വീപിന്റെ ഈ നീക്കം. ഇസ്രായേൽ പാസ്പോർട്ടുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്താൻ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തീരുമാനിച്ചെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസാണ് അറിയിച്ചത്. പുതിയ നിയമം എപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. 2020 ലോകകപ്പിൽ സൂപ്പർ ഓവറിലേക്ക് നീണ്ട മത്സരത്തിൽ ഒമാനെതിരെ നമീബിയയ്ക്ക് ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ നേടിയ 110 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ നമീബിയ 109 റൺസിൽ ഒതുങ്ങിയതോടെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീണ്ടത്. സൂപ്പർ ഓവറിൽ നമീബിയ നേടിയ 22 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഒമാനെ 10 റൺസ് മാത്രമേ നേടാനായുള്ളൂ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.